ഗൈസ് എല്ലാവർക്കും മീഡിയ ടോയ്ലറ്റിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാൾ ഹാങ്ങിങ് ഫ്ലവർ പോട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചിരട്ട കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി അവിടെ 4 ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ നാരുകളെല്ലാം കൂടെ ഒന്ന് ഇളക്കി മാറ്റണം. ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു കത്തി എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുക്കുക. ചിരട്ടയിലേക്ക് ചുരണ്ടി കൊടുക്കുമ്പോഴത്തേക്കും ആ നാരുകളെല്ലാം അങ്ങ് പോവും. ഗൈസ്, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒന്ന് സ്മൂത്തായി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായി വന്നോളൂ. അങ്ങനെ ഗൈസ്, നമ്മൾ പോളിഷ് ചെയ്ത് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ എടുക്കുക. കണ്ടില്ലേ, കുറച്ച് എണ്ണ എടുത്തിട്ട് ഓരോന്നിൻ്റെ മുകളിലും ഇങ്ങനെ തളി കൊടുക്കുക. നമുക്കൊരു വുഡൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ അവിടെ കൂടെ നമ്മൾ ഈ വുഡ് പോളിഷ് അടിക്കുന്നുണ്ട്. ഇതുപോലെ തളി കൊടുക്കുക, ഒരു വുഡൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ വുഡ് പോളിഷായിട്ട് അടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഇൻഡിഗോയുടെ സ്നേക്കിൻ്റെ എക്സ്റ്റീരിയർ ടോപ്പ് കോട്ടാണ്. ഇത് വുഡിനൊക്കെ അടിക്കുന്ന പോളിഷാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ ഡപ്പിലേക്ക്
പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ ചിരട്ട ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഉണങ്ങിയതിന് ശേഷം 4 സൈഡിലായിട്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ചിരട്ടകളിലും 4 സൈഡിലായിട്ട് ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കെട്ടിത്തൂക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, എല്ലാ ചിരട്ടയിലും ഞാൻ 4 സൈഡിലും കറക്റ്റായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 90 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കങ്കൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 4 ഓട്ട ഇട്ടായിരുന്നു. അതിൽ ഒരു ഓട്ടയ്ക്കകത്ത് ഇത് കയറ്റിയിട്ട് നമുക്കൊന്ന് കെട്ടണം. അപ്പോൾ ഗൈസ് നിങ്ങൾ കെട്ടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ കെട്ടാനായിട്ട്. അതായത് ഇത്തിരി ചങ്കൂസിൻ്റെ ചെറിയൊരു പാർട്ട് വിട്ടേക്കണം. എന്നിട്ട് കെട്ടേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കെട്ടിയില്ലേ, ഇനി ഇതേപോലെ തന്നെ അടുത്ത ചിരട്ടയിലേക്ക് കെട്ടി വയ്ക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ ആദ്യത്തെ ചിരട്ടയിൽ നിന്ന് രണ്ടാമത്തെ ചിരട്ടയിലേക്ക് ഇതുപോലെ കെട്ടിയിട്ടിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ 4 എണ്ണവും നേരെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ആ ചങ്കൂസിൻ്റെ നീളമില്ലേ, ആ കങ്കൂസിൻ്റെ നീളം വെച്ചിട്ട് മാത്രമേ ഇതിൻ്റെ അടവ് ഭാഗം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഫ്ലവർ ഹാങ്ങിങ് പോട്ടിൻ്റെ ഈ ലെങ്ത് ഒരേപോലെ ആവുകയുള്ളൂ. ഇതേപോലെ തന്നെ ഈ 4 സൈഡുകളും ബാക്കിയുള്ള 3 സൈഡുകളും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മളിവിടെ കങ്കൂസൊക്കെ കൊരുത്ത് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ ചിരട്ടകൾ നമ്മൾ അതേ ലെങ്തിൽ തന്നെ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് വരുന്ന പോഷൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് സൂപ്പറാക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ വാൾ ഹാങ്ങിങ് ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരു കയറ് ആ അറ്റത്തേക്ക് ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടുമ്പോൾ തൂങ്ങി കിടക്കുന്നത്. ഇനി ഈ ചെടി ഒന്ന് വളർന്നതിന് ശേഷം അടുത്ത ഷോട്ട് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വാൾ ഹാങ്ങിങ് ഫ്ലവർ പോട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാമറാമാൻ അരിശിനോടൊപ്പം ഇറ്റ്സ് മീ ആമിൻ മുഹമ്മദ് സൈനിങ് ഔട്ട്.